ഇപ്പോൾ DGP റവാഡ ചന്ദ്രശേഖർ അപകടം നടന്ന മുണ്ടത്തിക്കോട്ടിലെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഗോകുൽ VS ഉണ്ട് വിവരങ്ങളുമായി. ഗോകുൽ, ഇപ്പോൾ റവാഡ ചന്ദ്രശേഖർ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം അവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. ഈ അപകടം നടന്ന തുരുത്തിൽ അവിടേക്ക് എത്തി അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമായും അതോടൊപ്പം തന്നെ കമ്മീഷണറുമായും ഒക്കെ തന്നെ സംസാരിക്കുകയാണ്. എന്താണ് ഉണ്ടായത്, എങ്ങനെയാണ് ഈ സംഭവം അപകടം ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധനയും നടക്കുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ വ്യാപകമായുള്ള തിരച്ചിൽ ഇന്ന് ആരംഭിച്ചിരുന്നു. നായ്ക്കളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു പരിശോധന ഇതിനു ചുറ്റും നടത്തി. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും പോലീസും ഫോറൻസിക് വിഭാഗവും ഒക്കെ തന്നെ സംയുക്തമായുള്ള പരിശോധനയും നടത്തിയതിൽ ഈ തുരുത്തിന് പുറത്ത് നിന്ന് ഏകദേശം 3 ശരീരഭാഗങ്ങൾ കടാവർ പരിശീലനം ലഭിച്ച നായ്ക്കൾ കണ്ടെത്തിയിരുന്നു. ഈ കടാവർ നായ്ക്കൾ എന്ന് പറഞ്ഞാൽ അത് ഈ മൃതദേഹങ്ങൾ കണ്ടെത്താൻ അതിവിദഗ്ധമായ പരിശീലനം ലഭിച്ച നായ്ക്കളാണ്. അവർ കടാവർ നായ്ക്കൾ അത് കണ്ടെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ നിരവധി ശരീരഭാഗങ്ങൾ ഈ തുരുത്തിനുള്ളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. പോലീസ് അത് വ്യക്തമാക്കുന്നത് നിരവധി ശരീരഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് ഇനി കഴിയുന്ന സ്ഥലത്ത് നിന്നൊക്കെ തന്നെ DNA വേർതിരിച്ചെടുക്കണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ ഇത് ആരുടെയൊക്കെ ശരീരഭാഗങ്ങളാണ് എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ. അതും ആ മൃതദേഹത്തിന്റെ ഭാഗങ്ങളൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും ഈ പരിശോധന പുരോഗമിക്കുകയാണ്. സംസ്ഥാന പോലീസ് മേധാവിയും ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇതിനുള്ളിൽ ഈ സ്ഫോടനം നടന്ന സ്ഥലത്തെത്തി അവിടെയുള്ള ഓരോരുത്തരുമായി സംസാരിക്കുകയും അവിടെ എന്തൊക്കെയാണ് ഉണ്ടായത്, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്, ഇതിന്റെ ആഘാതം എത്രത്തോളം വലുതാണ് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്.